ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ആവാം. അതെ, തിരുവോണ ദിവസത്തിലെ എൻ്റെ ഒരു ദിവസം. അപ്പോൾ അതെ, രാവിലെ 5 മണി ആയപ്പോൾ തന്നെ ഞാൻ എണീറ്റ് കുളിച്ച് റെഡിയായി. നമ്മൾ അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. സോ നമ്മൾ തലേദിവസം തന്നെ അത്തപ്പൂവൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് താഴെ വന്ന് അത്തപ്പൂവൊക്കെ ഒന്ന് നോക്കി ദെൻ നമുക്ക് എല്ലാവരും റെഡിയായിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു 6 മണി കഴിഞ്ഞു. അപ്പോൾ നേരം വെളുത്തല്ലോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലോട്ട് പോവുകയാണേ. പിന്നെ രാവിലെ തന്നെ പിടിപ്പത് പണിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് അമ്പലത്തിലൊന്നും പോകാൻ നിന്നില്ല. ആകെ 2 അമ്പലത്തിൽ, തൊട്ടടുത്തുള്ള 2 അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വീട്ടിൽ വരുമായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഓണക്കോടി എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ കുറച്ച് നേരത്തെ ഫോട്ടോഷൂട്ടിനൊടുവിൽ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അടുക്കളയിൽ അമ്മയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചായ എന്നെ അങ്ങ് ഏൽപ്പിച്ചു. അപ്പോൾ ഇനിയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ സദ്യക്കുള്ള ഒരുക്കങ്ങളാണ്. അതിനുള്ള പച്ചക്കറികളാണ് ദേ ഈ നിരത്തി വെച്ചിരിക്കുന്നത്. ഇനി ഇതെല്ലാം വെട്ടി കറിയാക്കണം. അങ്ങനെ നമ്മുടെ ചായ തിളച്ചു. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമ്മൾ ഇഡ്ഡലി, ദോശ, സാമ്പാറൊക്കെയാണ് ഉണ്ടാക്കിയത്. പിന്നെ അമ്മയെ കുറച്ച് നേരം അടുക്കളയിൽ ഹെൽപ്പ് ചെയ്തപ്പോഴത്തേക്കും അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു വീട്ടിൽ പോയിട്ട് വരാമെന്ന്. അങ്ങനെ നമ്മൾ വാഴ വെട്ടാനായിട്ട്, അതായത് വാഴയില വെട്ടാനായിട്ട്, നമുക്ക് സദ്യ കഴിക്കണമെങ്കിൽ വാഴയില വേണമല്ലോ. സോ അതിനായിട്ട് നമ്മുടെ പഴയ വീട്ടിലോട്ടൊന്ന് പോകണം. അങ്ങനെ നമ്മൾ പഴയ വീട്ടിലെത്തി. അവിടെ ചെന്നപ്പോഴത്തേക്ക് അച്ഛമ്മ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് അമ്പലത്തിൽ തൊഴാൻ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മീൻകുട്ടന്മാരൊക്കെ സുന്ദരന്മാരായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ പഴയ വീടായതുകൊണ്ട് അവിടെ കുറച്ച് സാരികൾ അമ്മയുടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അത് അടിച്ചു മാറ്റി കുറച്ചെണ്ണം. അങ്ങനെ നമ്മൾ വാഴയൊക്കെ വെട്ടി ഇനി നേരെ തിരിച്ച് വീട്ടിൽ പോയി. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴത്തേക്ക് അമ്മ അവിടെ പരിപ്പ്, തോരൻ, പച്ചടി, അവിയൽ ഇങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ പരിപാടി കഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഓണസദ്യയിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമില്ലേ, അത് തന്നെ പായസം. പായസം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് അടപ്രഥമൻ. സോ അതിനായിട്ട് നമുക്ക് പാല് വേണമല്ലോ. തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കാനായിട്ട് നമുക്ക് തേങ്ങ ഇതുപോലെ മിക്സിയിലിട്ട് അടിച്ചിട്ട് വേണം നമ്മൾ 3, അതായത് 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്. അപ്പോൾ ആ പണി ഞാൻ അങ്ങ് ഏറ്റെടുത്തു. അങ്ങനെ നമ്മൾ തേങ്ങയെല്ലാം അരച്ച് പാലാക്കി 3 പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മയാണെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ പായസത്തിനിടാനുള്ള ബാക്കി സാധനങ്ങൾ, അതുപോലെ ചൗവരി, ഇതെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ പായസം പകുതി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം എന്താ പറയുക, ബാക്കി സാധനങ്ങളെല്ലാം റെഡിയാണ്. സോ നമുക്ക് നേരെ സദ്യ കഴിക്കാം. ഇനി നമ്മൾ സദ്യ കഴിക്കുന്നതിന് മുന്നേ ഒരാൾക്ക് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ നിങ്ങളും ചെയ്യാറുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞങ്ങളുടെ തൊട്ടപ്പുറം ഇപ്പുറമുള്ള വീട്ടുകാർക്കും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ പായസം ഉണ്ടാക്കിയത്. സോ നമുക്കത് കൊടുത്തിട്ട് വരാം. പിന്നെ എൻ്റെ ഓണം ലുക്ക് എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ തിരുവോണ ദിവസം ഉച്ച വരെയുള്ള ഇവിടുത്തെ പരിപാടികൾ.